വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1074/2025 കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ജൂനിയർ ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചെയ്യുന്ന, അതായത് യൂട്യൂബിലെ വീഡിയോസിൻ്റെ എല്ലാം നോട്ട്സ് നമ്മളുടെ ഫോൾഡർ വൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1074/2025 ആയിരുന്നു കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലിക്വിഡേറ്റർ ഷോൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. അതായത് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് എത്ര പീരിയഡിനുള്ളിലാണ് ആൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 1 ഇയർ ഉണ്ട്, 2 ഇയർ ഉണ്ട്, 3 ഇയർ ഉണ്ട്, 5 ഇയർ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിൻ്റെ ആ ഭാഗം പറയുന്നത്. ആ ഭാഗത്തിലാണ് നമ്മുടെ ഈ ഒരു പീരിയഡിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. 2A പറയുന്നത്. സെക്ഷൻ 73 എടുക്കുക, എന്നിട്ട് അതിലെ 2A പഠിക്കുക. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിൻ്റെ തൊട്ട് മുന്നത്തെ 1-2 എണ്ണവും അതുപോലെ അതിന് ശേഷമുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് വായിച്ച് കവറപ്പ് ചെയ്ത് പോവുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫാക്റ്റ് കിട്ടും. ആ ഫാക്റ്റുകൾ വെച്ച് ഓറിയൻ്റ് ചെയ്തൊരു 15 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ലോയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 15-ൽ 15 ഏകദേശം നമുക്ക് എത്തിക്കാം. കാരണം ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള അത് ഏത് ചാപ്റ്ററിലെയാണ്, ആ ചാപ്റ്ററിൽ എന്താണുള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പിലുള്ള 2 അതിന് ശേഷമുള്ള 2 3 വെച്ച് വായിച്ചു പോവുക. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുമ്പം നിങ്ങൾക്ക് അത്രയും ഫാക്റ്റുകൾ കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ആ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, അതൊന്ന് വായിച്ച് വയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും അതുണ്ടാവും. അപ്പോൾ വീണ്ടും അതൊരു റിവിഷൻ കൂടിയായി. അങ്ങനെ പഠിച്ചു വരണം കേട്ടോ. അപ്പോൾ ദ ലിക്വിഡേറ്റർ ഷോൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻ്റ് ആണ് പറയുന്നത് കേട്ടോ. 72-1 അത് പറയുന്നത്. 72-1 പറഞ്ഞ് പ്രസ്താവിച്ചിട്ടുണ്ട് അത്. അപ്പോൾ അതാണ് ലിക്വിഡേറ്റർ എത്ര നാൾക്കകം കംപ്ലീറ്റ് ചെയ്യണം? 2 വർഷത്തിനകം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അപ്പോൾ ഉത്തരം. അപ്പോൾ നമ്മൾക്ക് ഉത്തരമായിട്ട് 2 ഇയേഴ്സാണ് വരിക. ഓക്കെ, അപ്പോൾ 2A അത് പറയുന്നത്. 72-1 പറയുന്നുണ്ട് അത് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് 2 വർഷത്തിനകം. എവിടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്? അത് 72-1 പറയുന്നത്. 72-1 അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെട്ട ആൾ 2 വർഷത്തിനകം, 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പീരിയഡിനുള്ളിലാണ് ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആ ഒരു കാലയളവ് കൂട്ടുമ്പം എന്തെങ്കിലും അപ്പീൽ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, പ്രിഫേർഡ് അഗെയിൻസ്റ്റ് ദിസ് ഓർഡർ, ഈ വൈൻഡിങ് അപ്പിനെതിരെ. ഇപ്പോൾ സൊസൈറ്റിക്ക് വൈൻഡിങ് അപ്പ് ഓർഡർ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സൊസൈറ്റി അത് ശരി ഞങ്ങളെ വൈൻഡ് അപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിൽക്കില്ല അല്ലേ. അവരതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പീരിയഡ് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ആ ഒരു 6 മാസം ഇപ്പോൾ ഒരു പീരിയഡിന് വേണ്ടിയിട്ട് അപ്പീലിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ 6 മാസം കൂട്ടില്ല എന്നാണ് പറയുന്നത്. അതല്ലാതെ 2 വർഷം അടി കൊടുക്കും. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പീരിയഡ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കുക. എന്തെങ്കിലും അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ അപ്പീൽ പീരിയഡ് എക്സ്ക്ലൂഡഡ് ആണെന്ന് ആലോചിക്കുക. പിന്നെ അതേപോലെ പറഞ്ഞിട്ടുള്ളതാണ്, ഇഫ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കനോട്ട് കംപ്ലീറ്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ആളുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ നടത്തി 2 വർഷത്തിനകം ആൾ എന്ത് ചെയ്തിട്ടില്ല, വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. 72-1 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തു, പക്ഷേ ആൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ത്രൂ രജിസ്ട്രാറിലൂടെ ഗവൺമെൻറ്റിന് ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൊസീഡ്യൂറൽ കൺസ്ട്രെയിൻസ്, എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്, എന്ത് കൺസ്ട്രെയിൻ്റ് ആണെന്ന് വിശദീകരിച്ചുകൊണ്ട് രജിസ്ട്രാറിലൂടെ ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡേറ്റർ ഷാൾ സബ്മിറ്റ് എ റിപ്പോർട്ട് ടു ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാർ സ്റ്റേറ്റിംഗ് ദ പ്രൊസീഡ്യൂറൽ കൺസ്ട്രെയിൻസ് വിച്ച് പ്രിവെൻറ്റ് ഹിം, എന്താണ് അദ്ദേഹത്തിനെ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഫ്രം കംപ്ലീറ്റിംഗ് ദിസ് പ്രൊസീജിയേഴ്സ്. ആൻഡ് ഇൻ സച്ച് കേസസ് അവരൊരു ഫൈനൽ ഓർഡർ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി ഒരു ഫൈനൽ ഓർഡർ വയ്ക്കും. ഓക്കെ, അപ്പോൾ വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പം എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കുറച്ച് കാലം എന്ത് ചെയ്യാം? എക്സ്റ്റൻഷൻ ചെയ്തു കൊടുക്കാം. ആ എക്സ്റ്റൻഷൻ പക്ഷേ 1 വർഷത്തിലധികം അധികരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഷാൾ നോട്ട് എക്സീഡ് എ പീരിയഡ് ഓഫ് 1 ഇയർ ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ പറഞ്ഞിട്ടുള്ളത്, വെൻ ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഹാവ് ബീൻ വൗണ്ട് അപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ലിക്വിഡേറ്റർ ഷാൾ മേക്ക് എ റിപ്പോർട്ട് ആർക്കാ പോവുക? രജിസ്ട്രാർക്ക് റിപ്പോർട്ട് പോകണം. ആൻഡ് ഡെപ്പോസിറ്റ് ദ റെക്കോർഡ്സ് ഓഫ് ദ സൊസൈറ്റി. ഈ സൊസൈറ്റി, അതായത് ലിക്വിഡേറ്റ് വൗണ്ട് അപ്പ് ചെയ്യപ്പെട്ട സൊസൈറ്റിയുടെ റെക്കോർഡുകളെല്ലാം
എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? സച്ച് എ പ്ലേസ് ആസ് ദ രജിസ്ട്രാർ മേ ഡയറക്റ്റ്. എവിടെയാണോ രജിസ്ട്രാർ നിർദ്ദേശിക്കുന്നത്, രജിസ്ട്രാർ എവിടെയാണോ ഡയറക്റ്റ് ചെയ്യേണ്ടത് അവിടെ വേണം എന്ത് ചെയ്യാം, ഇത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ, ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള 73 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 72 നിങ്ങൾ പഠിക്കണം. 72 ലിക്വിഡേറ്ററുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ 73 കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ ഉയർത്താൻ ആര് തീരുമാനിച്ചു? ജനറൽ ബോഡി തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? ഷെയർ വാല്യൂ ഉയർത്താൻ ആരാണ് തീരുമാനിക്കേണ്ടത്? ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത്. ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ. ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ് വിൽ റിമൈൻ ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഓഫ് വാല്യൂ. അതായത് ഈ എൻഹാൻസ്ഡ് വാല്യൂ കൂട്ടിയെന്ന് വിചാരിക്കുക. കൂട്ടിയാലും മെമ്പർഷിപ്പ് എത്ര കാലം കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെമ്പർക്ക് എത്ര കാലം കണ്ടിന്യൂ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര കാലം കണ്ടിന്യൂ ചെയ്യാം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ 19 കേട്ടോ. സെക്ഷൻ 19 എന്താണ്? മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. അതാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ 19 2 പറയുന്നത്. എന്താ 19 2 പറയുന്നത്? അത് നമുക്ക് വായിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്യാം കേട്ടോ. If the general body of a society has decided to enhance the share value, the right of a member to continue in membership will remain. എത്ര കാലം തുടരും? 5 years. For a period of 5 years. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? For a period of 5 years ആണ് അല്ലേ? അപ്പോൾ 5 years ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, 5 years തുടരും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫ്രം ദ ഡേറ്റ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഓഫ് വാല്യൂ ഓഫ്, എന്നാണോ വർധനവ് വന്നത് അന്ന് തൊട്ടിട്ട്. ബട്ട് ഷാൾ ബി അലൗഡ് ടു എക്സസൈസ് ഹിസ് റൈറ്റ്സ് ആസ് എ മെമ്പർ ഓൺലി അപ്പോൺ റെമിറ്റിംഗ് ദ എൻഹാൻസ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ്. പക്ഷേ ആളൊരു മെമ്പർ എന്നുള്ള രീതിയിൽ ആളുടെ റൈറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യണമെങ്കിൽ തുടരും. എന്ത് തുടരും? മെമ്പർഷിപ്പ് തുടരും. എത്ര കാലം തുടരും? റിമൈൻ ഫോർ എ പീരിയഡ് ഓഫ് 5 years. പക്ഷേ ആൾക്കൊരു മെമ്പർ എന്നുള്ള രീതിയിൽ ആളുടെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യണമെങ്കിൽ ആൾ എന്ത് ചെയ്യണം? ഈ പുതുക്കിയ നിരക്ക് അടയ്ക്കണം. എൻഹാൻസ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് അടച്ചാൽ മാത്രമേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു മെമ്പർ എന്നുള്ള രീതിയിലുള്ള അധികാരമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ പറയുന്നത് സെക്ഷൻ 19 19(2) ഈ പറഞ്ഞ ക്ലോസ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരമായിട്ട് വരുന്നത് 5 വർഷമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 seats in the committee of each society shall be reserved for members who shall not exceed the age of 40 years on. ഏത് സെക്ഷനിലാണ് പറയണത്? അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. സെക്ഷൻ 28 സെക്ഷൻ 28 എവിടെയാണ് പറയുന്നത്? 1CA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്താണ് പറയണത് കേട്ടോ. 1CA. അപ്പോൾ നോട്ട് കയ്യിലുള്ളവർ നോക്കി പഠിക്കുക ആ ഭാഗം കേട്ടോ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടൈൻഡ് ഇൻ ദാറ്റ് ആക്റ്റിലോ റൂൾസിലോ ബൈലോസിലോ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും 2 സീറ്റാണ് ഇൻ ദ കമ്മിറ്റി. 2 സീറ്റ് റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ്. ആർക്കാ റിസർവ് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 years. 40 വയസ്സാണ്. നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 years ഓൺ ദ ഡേറ്റ് ഓഫ് ഫില്ലിംഗ് ദ നോമിനേഷൻ ഫോർ എലക്ഷൻ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ആ 40 വയസ്സ് ഏത് സമയത്ത് എക്സീഡ് ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെവർക്കാണ് 2 സീറ്റ്, അങ്ങനത്തെ ആൾക്കാർക്കാണ് 2 സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എവിടെ? സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ. മെമ്പേഴ്സിന് 40 വയസ്സ് എക്സീഡ് ചെയ്യാത്ത, നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 years, അതായത് യൂത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൺ ദ ഡേറ്റ് ഓഫ് ഫില്ലിംഗ് നോമിനേഷൻ എലക്ഷൻ സമയത്ത് ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടായ കുഴപ്പമില്ല, ആ സമയത്ത് ആവാൻ പാടില്ല. ഓഫ് ഹൂം, ഒരാൾ നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും ഒരാൾ വുമൺ ഫ്രം ദ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നുമാണ് കൊടുക്കുക. ഈ 2 ആൾക്ക് 40 വയസ്സ് നോക്കുമ്പോൾ 40 വയസ്സിന് താഴെ, നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 years, 40 വയസ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കൂടാത്ത 2 ആൾക്ക് റിസർവേഷൻ ഉണ്ട്. ആ 2 റിസർവേഷനിൽ ഒരു റിസർവേഷൻ നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും ഒന്ന് വുമൺ റിസർവേഷൻ കാറ്റഗറിക്കാണ് കൊടുക്കുക. ഓക്കെ, അതാണ് 28A(1) സബ്സെക്ഷനിൽ പറയുന്നുണ്ട്. അത് 1CA പറയുന്നത് കേട്ടോ. സോ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏത് വരാം? പ്രത്യേകം നോട്ട് ചെയ്യണം, എന്ന് തൊട്ട് എന്നാണ്. അപ്പോൾ ആ വാക്കാണ് ദ ഡേറ്റ് ഓഫ് ഫില്ലിംഗ് ദ നോമിനേഷൻ. നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്താണ് അവർക്ക് 40 വയസ്സ് അധികരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 40 വയസ്സ് അധികരിക്കാത്ത 2 ആൾക്കാർക്കാണ് 2 സീറ്റാണ് കമ്മിറ്റിയിൽ റിസർവേഷൻ കൊടുക്കുന്നത്. ഒന്ന് നോൺ റിസർവ്ഡ് കാറ്റഗറിക്കും മറ്റൊന്ന് വുമണിന്ന് റിസർവേഷനുള്ള വുമണിനുമാണ് കൊടുക്കുക. ആ ഡേറ്റ് പറയുന്നത് ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ നോമിനേഷനാണ് കേട്ടോ. നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് 40 വയസ്സിൽ അധികരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ മെമ്പർ ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് അഡ്വേഴ്സായിട്ട് എതിരായിട്ട് ആക്ട് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ ചെയ്യുക, എന്തായിരിക്കും ചെയ്യുക? സെക്ഷൻ 17 പറയുന്നുണ്ട് അല്ലേ, എക്സ്പെൽഡ് ഫ്രം എ സൊസൈറ്റി, ഡിസ്ക്വാളിഫൈഡ്, റിമൂവ്ഡ് ഫ്രം ദ സൊസൈറ്റി, ഡിനൈഡ് ഫർദർ സർവീസ് ഫ്രം ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ ആണ് അല്ലേ. സെക്ഷൻ 17 കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എക്സ്പെൽഷൻ ആണെന്ന്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്യേണ്ട സെക്ഷൻ 17 നോക്കണം, റൂൾ 18 നോക്കണം. അത്യാവശ്യം കണ്ടീഷൻസ് എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എക്സ്പെൽഷനൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 17 നോക്കണം, റൂൾ 18 നോക്കണം കേട്ടോ എക്സ്പെൽഷൻ്റെ. അപ്പോഴാണ് ഈ എക്സ്പെൽഷൻ എന്ന എന്താ പറയുക, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെക്ഷൻ 17 റൂൾ 18 വൃത്തിക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിലത്തെ ആ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ പോലും പോയില്ല. അടുത്തത് നോക്കുകയാണെങ്കിൽ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി കൺവീൻഡ് ബൈ. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്ന ഇത് ഏതൊക്കെ കേസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 30 റൂൾ 36 നോക്കണം. സെക്ഷൻ 30 മാത്രം നോക്കിയാൽ പോരാ, റൂൾ 36 കൂടി നോക്കണം കേട്ടോ. അപ്പോഴാണ് സ്പെഷ്യൽ ജനറൽ ബോഡി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ കമ്മിറ്റി വിളിക്കാം, കമ്മിറ്റിക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി കൂടണം എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി കൺവീൻ ചെയ്താൽ കൂടാൻ പറ്റും അറ്റ് എനി ടൈം. അതുപോലെ ആര് പറയുക, 1 month വിത്തിൻ 1 month ആഫ്റ്റർ റിസിപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ. രജിസ്ട്രാറിൽ നിന്ന് ഒരു മാസത്തിനകം റിസിപ്റ്റ് കിട്ടുകയാണ്, എന്ത്, റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം, സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാം അല്ലേ. അതല്ലാതെ പിന്നെ ഫ്രം സച്ച് ഓഫ് മെമ്പേഴ്സ് ഓർ പോർഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഈ പോർഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് റൂളിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. 1/5 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന കണ്ടീഷൻസ്. അപ്പം ഉത്തരമായിട്ട് നമുക്ക് ഏത് കൊടുക്കാം, ഏതോ ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റും, ഓൾ ഓഫ് ദി എബോവ് കൊടുക്കാം അല്ലേ. കാരണം എല്ലാം കണ്ടീഷൻസിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കുന്ന സാഹചര്യങ്ങൾ കമ്മിറ്റിക്ക് അറ്റ് എനി ടൈം വിളിച്ചു കൂട്ടാം. രജിസ്ട്രാർക്ക് രജിസ്ട്രാർ റിക്വസിഷൻ കൊടുക്കുകയാണ്, അപ്പോഴും വിളിച്ച് കൂട്ടാം. പിന്നെ അല്ലാതെ വിളിച്ചു കൂട്ടുന്നത് 1/5 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി പറയുകയാണ്, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം എന്ന് പറയുകയാണെങ്കിൽ റിക്വസിഷൻ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, വിളിച്ചു കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്തത് 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് എ PS നമ്മുടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ റിസർവ് ചെയ്തിട്ടുണ്ട് ഫോർ ദ മെമ്പേഴ്സ് ഹാവിങ് എ ഡെപ്പോസിറ്റ് ഓഫ് എത്ര റിസർവ് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഡെപ്പോസിറ്റിന് മുകളിലുള്ള ആൾക്ക് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. എത്ര സീറ്റ് എന്ന് പഠിക്കാൻ കേട്ടോ. 1 സീറ്റാണ്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കുക എത്ര സീറ്റ് എന്നാവും ചോദിക്കുക. അപ്പോൾ 1 സീറ്റാണ് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ, അതുകൊണ്ടാണ് 1 സീറ്റ് എന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ സെക്ഷൻ 28 തന്നെയാണ്. അപ്പോൾ 28ൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എന്ന് വരുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം എടുക്കുക, വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയത് ഷോർട്ട് നോട്ട് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ ഉചിതമുള്ളതൊന്ന് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ 1C പറയുന്നത് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോ, എന്തോ ബൈലോയിലോ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 2 സ്ഥലത്താണുള്ളത്. ഒന്ന് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും പിന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും. 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് ഈച്ച് സച്ച് സൊസൈറ്റി. ഇത്തരത്തിലുള്ള സൊസൈറ്റിയിലാണ് ഹാവിങ് എ ഡെപ്പോസിറ്റ് ഓഫ് 25,000 റുപ്പീസ് കേട്ടോ. 25,000 രൂപയാണ് പറയണത്. ആൻഡ് എബവും പഠിക്കണം കേട്ടോ, രണ്ടും പഠിക്കണം. അതുള്ളവർക്കാണ് എന്തുള്ളത്, ഇത്തരത്തിൽ 1 സീറ്റ് 25,000 ആൻഡ് എബവ് ഉള്ളവർക്കാണ് 1 സീറ്റ് റിസർവേഷൻ ഉള്ളത്. എവിടേക്കാണ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ മാത്രമല്ല UCBയിൽ പറയുന്നുണ്ട് കേട്ടോ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും ഉണ്ട്, എവിടെയുണ്ട്, UCBയിലും ഉണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ആനുവൽ കോൺട്രിബ്യൂഷൻ ടു റിന്യൂ ദ മെമ്പർഷിപ്പ് ഇൻ കേരള ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് വിത്ത് എഫക്റ്റ് ഫ്രം 33/3/2025 ഷാൾ ബി. 33/2025 പുതിയ സർക്കുലർ, 2025 പുതിയ സർക്കുലറിലുള്ള കാര്യമാണത് കേട്ടോ. സർക്കുലറിലുള്ള കാര്യമാണത്. ആനുവൽ കോൺട്രിബ്യൂഷൻ ടു റിന്യൂ, മെമ്പർഷിപ്പ് പുതുക്കാൻ, അതായത് കേരള ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള നിരക്കാണ് ചോദിച്ചിട്ടുള്ളത്. 31/3/2025 മുതൽ
വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറഞ്ഞിട്ട് അന്ന് മുതലുള്ള പുതിയ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, റിന്യൂ ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, രജിസ്റ്റർ ചെയ്യാനല്ല, റിന്യൂ ദ മെമ്പർഷിപ്പ്. അപ്പോൾ അതിൻ്റെ എല്ലാ കണ്ടീഷൻസും നിങ്ങൾ പഠിക്കണം. റിന്യൂ ദ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാനുള്ള ആനുവൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ സർക്കുലറിൻ്റെ ഭാഗം നോക്കാം. സാമ്പത്തിക വർഷത്തെ അവസാന തീയതിയിലെ മൊത്ത നിക്ഷേപ ബാക്കി നിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഹിതം കണക്കാക്കുന്നത്. മലയാളത്തിലാണ് കേട്ടോ, സർക്കുലറുള്ളത് മലയാളത്തിലാണ്. അപ്പോൾ മലയാളത്തിൽ തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. സാമ്പത്തിക വർഷത്തെ അവസാനത്തെ തീയതിയിലെ മൊത്ത നിക്ഷേപ ബാക്കി നിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഹിതം കണക്കാക്കുന്നത്. അപ്പോൾ വിഹിതം എങ്ങനെ കണക്കാക്കുന്നു? സാമ്പത്തിക വർഷത്തെ അവസാന തീയതിയിലെ മൊത്ത നിക്ഷേപ ബാക്കി നിൽപ്പ് നോക്കിയിട്ടാണ് വിഹിതം കണക്കാക്കുന്നത് കേട്ടോ. അതൊന്ന്. പിന്നെ അംഗത്വം എടുക്കുന്നതിന് അടയ്ക്കേണ്ട വിഹിതം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അംഗത്വം ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട വിഹിതം കണക്കാക്കുന്നത് എങ്ങനെയാണ്? 100 രൂപയ്ക്ക് 10 പൈസ എന്ന നിരക്കിലാണ്. ഈ ഒരു എമൗണ്ട് നമ്മൾ സ്കീംസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു എമൗണ്ട് സ്കീംസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അംഗത്വം പുതുക്കുന്നതിന് അടയ്ക്കേണ്ട വിഹിതം, നമ്മളോട് പുതുക്കുന്നതിനുള്ള അടയ്ക്കേണ്ട വിഹിതമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുതുക്കുന്നതിന് അടയ്ക്കേണ്ട വിഹിതം 31/3/2025 ആസ്തി ബാധ്യത പട്ടിക പ്രകാരമുള്ള നിക്ഷേപ ബാക്കി നിൽപ്പ് തുകയുടെ എത്ര? 100 രൂപയ്ക്ക് 2 പൈസ എന്ന നിരക്കിലും തുടർന്നു വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ, ആ ഒരു വർഷത്തെയാണ് പറയുന്നത് കേട്ടോ. 33/2025 ആസ്തി ബാധ്യത പട്ടിക പ്രകാരമുള്ള നിക്ഷേപ ബാക്കി നിൽപ്പ് തുകയാണ് 100 രൂപയ്ക്ക് 2 പൈസ എന്ന നിരക്കിലും തുടർന്നു വരുന്ന സാമ്പത്തിക വർഷങ്ങളിലെ ആസ്തി ബാധ്യത പട്ടികയിലെ നിക്ഷേപ ബാക്കി നിൽപ്പ് ഉണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 4 പൈസ എന്ന നിരക്കിലും വിഹിതം ഒടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ എല്ലാം 3 പഠിക്കുക. അതായത് അംഗത്വം എടുക്കുന്നതിനാണെങ്കിൽ എങ്ങനെ? 100 രൂപയ്ക്ക് 10 പൈസ നിരക്കിൽ. എങ്ങനെ അവസാന തീയതിയിലെ മൊത്ത നിക്ഷേപ ബാക്കി നിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഹിതം കണക്കാക്കുന്നത് നോക്കുക, പഠിക്കുക. പിന്നെ സാമ്പത്തിക വർഷത്തിലെ ആസ്തി ബാധ്യത ഈ 2024-25 സാമ്പത്തിക വർഷമാണെങ്കിൽ 100 രൂപയ്ക്ക് 2 പൈസ അടച്ചാൽ മതി. പക്ഷേ തുടർന്ന് വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ എന്തെങ്കിലും ബാക്കി നിൽപ്പ് തുകയുണ്ടെങ്കിൽ, നിക്ഷേപ ബാക്കി നിൽപ്പ് തുകയ്ക്കാണെങ്കിൽ എന്തടയ്ക്കണം? 100 രൂപയ്ക്ക് 4 പൈസ നിരക്കിൽ അടയ്ക്കണം. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ 2024-25 ശേഷം നോട്ടിഫൈ ചെയ്ത സംഘങ്ങൾ മൊത്ത നിക്ഷേപത്തിന് എത്ര അടയ്ക്കണം? 100 രൂപയ്ക്ക് 10 പൈസ നിരക്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ മൊത്ത നിക്ഷേപത്തിന് 100 രൂപ 4 പൈസ നിരക്കിലുമാണ് വിഹിതം അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ 2024-25 നോട്ടിഫൈ ചെയ്ത സംഘങ്ങളാണെങ്കിൽ അവർ 100 രൂപയ്ക്ക് 10 പൈസ നിരക്കിൽ അടയ്ക്കുക. പിന്നെയുള്ള നെക്സ്റ്റ് ഇയർ തുടർന്നുള്ള വർഷങ്ങളിൽ എത്ര അടച്ചാൽ മതി? 100 രൂപയ്ക്ക് 4 പൈസ നിരക്കിൽ അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ഇത് കൂടി നോക്കി പോവാം. ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് ഇതൊന്ന് ചോദിച്ചാലോ. ബോർഡ് നൽകുന്ന അറിയിപ്പിനോടൊപ്പം സംഘം ബോർഡിൽ അംഗത്വം എടുക്കുന്നതിനാവശ്യമായ രേഖകൾ, ബോർഡിലേക്ക് സംഘം ഒടുക്കേണ്ട ഗ്യാരണ്ടി വിഹിതത്തിൻ്റെ നിരക്ക്, സംഘം നിക്ഷേപ ഗ്യാരണ്ടി വിഹിതം ഒടുക്കേണ്ട വിധം, ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സംഘം നിക്ഷേപ ഗ്യാരണ്ടി സംഘമായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ട് ബോർഡ് ഉണ്ടല്ലോ, അത് 30 ദിവസത്തിനുള്ളിൽ ഇവരെ രജിസ്റ്റർ ചെയ്ത വിവരം രേഖാമൂലം അറിയിക്കണം. 30 ദിവസമാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഫണ്ട് ബോർഡ് അവരെ തന്നെ അംഗീകരിച്ചു, രജിസ്റ്റർ ചെയ്തു. ഈ ഒരു നിക്ഷേപ ഗ്യാരണ്ടി സംഘമായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിൻ്റെ പണിയാണ് 30 ദിവസത്തിനുള്ളിൽ ആരെ അറിയിക്കണം? ഇവരെന്നെ. ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘമാണല്ലോ, സംഘത്തിനെ അറിയിക്കണം കേട്ടോ. നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ നിന്നും അറിയിപ്പ് കിട്ടി 3 മാസത്തിനകം ഇവർ ബന്ധപ്പെട്ട രേഖകളൊക്കെ ബോർഡിന്, അതായത് ബാക്കിയുള്ള ബന്ധപ്പെട്ട രേഖകൾ ബോർഡിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു 3 മാസം പറയുന്നുണ്ട്. സോ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എല്ലാ വർഷവും അംഗത്വം എടുത്ത സഹകരണ സംഘങ്ങൾ എന്ത് ചെയ്യണം? ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന് വാർഷിക റിട്ടേൺ അനുബന്ധം 3 പ്രകാരം സമർപ്പിക്കേണ്ടതാണ് എന്നൊരു പോയിൻറ്റും കൂടി എക്സ്ട്രാ ഉണ്ട് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ PDF ഗ്രൂപ്പിൽ കൊടുക്കാം, നിങ്ങളൊന്ന് നന്നായി വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 പൈസയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് റിന്യൂവൽ നിരക്കല്ലേ ചോദിച്ചിട്ടുള്ളത്.
റിന്യൂവൽ നിരക്ക് തുടക്കത്തിലാണെങ്കിൽ ഒരാൾ രജിസ്റ്റർ ചെയ്യലാണെങ്കിൽ 100 രൂപയ്ക്ക് 10 പൈസ, റിന്യൂവൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, 100 രൂപയ്ക്ക് 2 പൈസ, തുടർന്ന് വരുന്നതിന് 100 രൂപയ്ക്ക് 4 പൈസ. 2024-25 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അതിന് ശേഷം വരുന്ന സംഘങ്ങളാണെങ്കിൽ എങ്ങനെ 100 രൂപയ്ക്ക് 10 പൈസ നിരക്കിലും പിന്നീടുള്ള തുടർന്ന് വരുന്നത് 100 രൂപയ്ക്ക് 4 പൈസ നിരക്കിലും അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 മാസവും നമ്മൾ പറഞ്ഞു, പിന്നെ 30 ദിവസം പറഞ്ഞു കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അടുത്തത് കേട്ടോ. ഓൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആർക്കാണ് ഫയൽ ചെയ്യുക, ആരുടെ മുമ്പിലാണ് ഫയൽ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗം സെക്ഷൻ 69 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഡിസ്പ്യൂട്ട്സ് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. ഡിസ്പ്യൂട്ടുകൾ ആർക്കൊക്കെയാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് കൊടുക്കും, രജിസ്ട്രാറിനും കൊടുക്കും അല്ലേ. അപ്പോൾ രജിസ്ട്രാറിന് കൊടുക്കുന്നത് ധനപരമായി. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർക്കാണ് കൊടുക്കുക? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് കൊടുക്കുക കേട്ടോ. ഓക്കെ, രജിസ്ട്രാർക്ക് കൊടുക്കുക ഏത് തരം പിന്നെ ഡിസ്പ്യൂട്ടുകളാണ്, തർക്കങ്ങളാണ്? മോണിറ്ററി ഡിസ്പ്യൂട്ടുകളാണ് രജിസ്ട്രാറിന് കൊടുക്കുക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ ആർക്ക് ഫയൽ ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളാണെങ്കിൽ ആർക്കാണ് ഫയൽ ചെയ്യേണ്ടത്? നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ആ ഭാഗം നന്നായി ഒന്ന് വായിച്ചു നോക്കണം. സെക്ഷൻ 69 പറയുന്നത് കേട്ടോ. സെക്ഷൻ 69 പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ സെക്ഷൻ 69 ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് നെറ്റ് പ്രോഫിറ്റ് ഷാൾ സെറ്റ് അപ്പാർട്ട് എ സം കാൽക്കുലേറ്റഡ് അറ്റ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ കോൺട്രിബ്യൂഷൻ ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സബ്ജക്ട് ടു മാക്സിമം ഓഫ് അപ് ടു എത്ര വരെ എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് റൂൾ 53 റൂൾ 53 എന്താ പറഞ്ഞിട്ടുള്ളത്? റൂൾ 53 എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എമൗണ്ടൊക്കെ കാര്യങ്ങൾ. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എനി സൊസൈറ്റി ആരാ ഡിക്ലെയർ ചെയ്യുന്നത്? ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി കോപ്പറേറ്റീവ് ഇയർ ഷാൾ ബി അപ്രോപ്രിയേറ്റഡ് ഇൻ ദ മാനർ സെറ്റ് ഫോർത്ത് ഇൻ സെക്ഷൻ 56 സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ് നെയിംലി എന്നാണ് ഇവിടെ പറയുന്നത്. അത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എനി സൊസൈറ്റി ആസ് ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി കോപ്പറേറ്റീവ് ഇയർ. ഏത് കോപ്പറേറ്റീവ് ഇയറിൽ ഡിക്ലെയർ ചെയ്യണം കേട്ടോ രജിസ്ട്രാർ. നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണെന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി കോപ്പറേറ്റീവ് ഇയർ. ഏത് കോപ്പറേറ്റീവ് ഇയറിലും അപ്രോപ്രിയേറ്റ് ചെയ്യണം. സെക്ഷൻ 56 പ്രകാരമാണ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അത് പറയണം, അവിടുത്തെ നോക്കണം, 56 നോക്കണം, റൂൾ 53 നോക്കണം. റൂൾ 53 പറഞ്ഞിട്ടുള്ളത് എന്താണ്? നോട്ട് ലെസ് ദാൻ 15% റിസർവ് ഫണ്ടായി മാറ്റി വയ്ക്കണം. എവറി സൊസൈറ്റി ഹാവിങ് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ 5% കോൺട്രിബ്യൂഷൻ ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മാറ്റി വയ്ക്കണം. കോൺട്രിബ്യൂഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മിനിമം 2000, മാക്സിമം 1 lakh പെർ ആനാണ് പറയുന്നത് കേട്ടോ. മിനിമം 2000, മാക്സിമം 1 lakh ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് മാക്സിമം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് വരിക ഏതാണ്? 1 lakh ആണ് വരിക കേട്ടോ. സോ നോട്ട് ചെയ്യാം. റൂൾ 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് 2000 മിനിമം, മാക്സിമം 1 lakhും പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യുമായി ബന്ധപ്പെട്ട് ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2. സെക്ഷൻ 10 സബ്സെക്ഷൻ 2 പറയുന്നത് ആ ഭാഗം കേട്ടോ. അപ്പൻഡിക്സ് 2 ഏത് ഫോം നമ്പർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 10 എടുക്കണം. ആ 10 വ്യക്തമായി വായിച്ചു നോക്കുക. 10ൽ 2 എന്താ പറയണത്? വേറെ സൊസൈറ്റി ചേഞ്ചസ് ഇറ്റ്സ് നെയിം. ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം അമെൻമെൻറ്റ് ഓഫ് ബൈലോ ചേഞ്ച് ചെയ്യണം കേട്ടോ. അമെൻമെൻറ്റ് ഓഫ് ബൈലോ ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് പേര് മാറ്റാൻ പറ്റുള്ളൂ. ഇനി സൊസൈറ്റി അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യണം? പുതിയ നെയിം ആ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം വേണ്ടേ? അതാണ് ഫോം നമ്പർ 4 എന്ന് പറയുന്നത് കേട്ടോ. ഫോം നമ്പർ 4 ആണ് ഈ രജിസ്ട്രാറുടെ പക്കലുള്ള പിന്നെ സാധനങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ് ഈ ഫോം നമ്പർ 4 കേട്ടോ. അതിലാണ് അദ്ദേഹം ഇതൊക്കെ തിരുത്തി എഴുതി വയ്ക്കുക. ഫോം നമ്പർ 4 ചെയ്യും. ഈ പഴയ സ്ഥലത്ത് പുതിയ പേര്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനുള്ള പുതിയ പേര് അമെൻഡ് ചെയ്ത് ചേർക്കും, അല്ലെങ്കിൽ എഴുതി ചേർക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. റൂള് 4Bയിലാണ് മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് 4Bയിലാണ്. ഫോം നമ്പർ 3B ആണ് കേട്ടോ. അപ്പൻഡിക്സ് 2 ഫോം നമ്പർ 3Bയിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരികയാണ് ഫോം നമ്പർ 3B ആണ് കേട്ടോ. ഫോം നമ്പർ 3B ആണ് ഇതിൻ്റെ ഉത്തരം. അത് നോട്ട് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 4B പഠിക്കണം, റൂള് 4B പഠിക്കണം, സെക്ഷൻ 10 പഠിക്കണം. ഇവിടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. 11 എന്താ പറയുന്നത്? എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുമല്ലോ. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ബൈ പ്രൊമോട്ടിംഗ് സൊസൈറ്റി. പ്രൊമോട്ടിംഗ് സൊസൈറ്റി ആരാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണോ പ്രൊമോട്ട് ചെയ്യുന്നത്, ആ സൊസൈറ്റിയാണ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി അല്ലേ. അവർക്ക് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അത് എവിടെ നിന്ന് മെറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് മെറ്റ് ചെയ്യേണ്ടത്? 56(2) പറയുന്നുണ്ടെന്ന് പറഞ്ഞത്. അതായത് എവിടെ നിന്ന് മെറ്റ് ചെയ്യണം എന്നാണ് പറയണത്? എവിടെ നിന്നായിരിക്കും? അവരുടെ പ്രോഫിറ്റിൻ്റെ ബാക്കിയിൽ നിന്ന്, അതാണ് അവരുടെ പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്ന് വേണം മെറ്റ് ചെയ്യാൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യണം, ബാലൻസ് എന്ന വാക്കുണ്ടാവും, ബാലൻസ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് മെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവരുടെ പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നും വേണം മെറ്റ് ചെയ്യാൻ കേട്ടോ. അത് 56(2) ആണ് 56(2) ആണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങൾ 56(2) പറയുന്നുണ്ട്. 56(2) പറയുന്ന പ്രകാരം കൊടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 14A ആണെന്ത് നമ്മുടെ 14Aയും റൂള് 13Aയിലുമാണ് എന്ത് പറയുന്നത്, ഈ തരത്തിലുള്ള പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് കേട്ടോ. അവരുടെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ട് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാമെന്നും അവരെ പ്രൊമോട്ട് ചെയ്യാമെന്നും അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് 14A നോക്കണം, 13A നോക്കണം. ഇത് രണ്ടും നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കുക. അതിലാണ് എന്ത് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലുണ്ട് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബൈ ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ ബി മെറ്റ് ഫ്രം ദ ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഒരു പ്രാവശ്യം ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചത്. വെറും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, വെറും നെറ്റ് പ്രോഫിറ്റ് പോയി കുത്തും. അപ്പോൾ തെറ്റാണ്. ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് തന്നെ ഉണ്ട് ഓപ്ഷനിൽ, അത് തന്നെ നോക്കണം. അപ്പോൾ ബാലൻസ്, ഇവിടെ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ചില സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ചിലപ്പോൾ പ്രോഫിറ്റ് എന്ന് വരാം, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് വരാം. അപ്പോൾ അതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓഫ് ദ സൊസൈറ്റി പ്രൊവൈഡർ അണ്ടർ സബ്സെക്ഷൻ 56(2) പ്രകാരം. 56 അത് എങ്ങനെ പിന്നെ വേർതിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്ത് ഇതും പറയുന്നുണ്ട്. എ പ്രൊമോട്ടിംഗ് സൊസൈറ്റി മേ ഗ്രാൻഡ് ഫർദർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് കൊടുക്കണമെങ്കിൽ ലോണ് ആരുടെ അപ്രൂവൽ വേണം? രജിസ്ട്രാറുടെ അപ്രൂവൽ വേണം. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിത്ത് പ്രീവിയസ് ആരുടെ അപ്രൂവൽ വേണം? രജിസ്ട്രാറുടെ അപ്രൂവൽ വേണം. ആൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടെന്യൂർ ലോൺ, ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ അതും ഒരു പോയിൻ്റാണ് അല്ലേ. അതൊക്കെ ആര് ഫിക്സ് ചെയ്യുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നതും അതുപോലെ ടെന്യൂർ ഓഫ് ലോൺ ഫിക്സ് ചെയ്യുന്നതും രജിസ്ട്രാർ തന്നെയാണ്. പിന്നെ നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 10%, അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ലോണായിട്ട് കൊടുക്കാൻ പാടില്ല. അതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാം, എങ്ങനെയെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ തരാം, എങ്ങനെയും തരാം, ശരിയാണോ തെറ്റാണോ ചോദിക്കാം. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതായത് ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഇതിന് അപ്രൂവൽ എന്ത് വേണം? ഇനി എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആരുടെ പ്രയർ അപ്രൂവൽ വേണം? രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ വേണം. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടെന്യൂർ ഓഫ് ലോണും ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ ലോണ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. സോ ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മേ ഐദർ റാറ്റിഫൈ ഓർ ഡിനേ എനി സച്ച് മെമ്പർഷിപ്പ് ബൈ ദ ഇലക്ടഡ് കമ്മിറ്റി വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിങ് ചാർജ്. ചേഞ്ച് അല്ല കേട്ടോ, ചാർജാണ്. ചാർജ് എടുത്ത്, അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാകുമ്പം അവരൊരു മെമ്പർഷിപ്പ് കൊടുത്തു. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം പുതിയൊരു എലക്റ്റഡ് കമ്മിറ്റി വന്നു. അവർ എത്ര സമയപരിധിക്കുള്ളിൽ ഈ ഒരു എലക്റ്റഡ് പുതിയതായിട്ട് വന്നൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അവർ ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ എത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പുതുതായി മെമ്പർഷിപ്പ് കൊടുത്തത് അഡ്മിനിസ്ട്രേറ്റർ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇരിക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു എലക്റ്റഡ് കമ്മിറ്റി വന്ന് അവർ നോക്കും, അങ്ങനത്തെ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ജെനുവിനാണോ, എന്താണ് കാര്യം എന്നൊക്കെ അവർ അന്വേഷിച്ച് അവർ ചാർജ് എടുത്ത് എത്ര നാൾക്കകം അതുമേലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എത്ര നാൾക്കകം തീരുമാനം ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം ബന്ധപ്പെട്ട് റൂൾ 16 പറയുന്നുണ്ട് കേട്ടോ. 1 ഇയറാണ് ഉത്തരം വരിക.
1 ഇയറാണ് ഉത്തരം വരിക. അപ്പോൾ പഠിച്ച കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും 1 ഇയറാണെന്ന്. റൂൾ 16 വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ് എന്ന ഭാഗം എടുത്തു നോക്കുക. അവിടെ എന്താ പറയണത്? പറയുന്നുണ്ട് അപ്പോയിൻറ്റഡ്, അതായത് എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? രജിസ്ട്രാറാണല്ലോ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. 32, 33 പ്രകാരം ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ റാറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഡിനേ ചെയ്യാം, അവർക്ക് തടയാം, മെമ്പർഷിപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് തടയാം. എന്ത് വേണമെങ്കിലും ആവാം. അത് അവരുടെ ഇഷ്ടം, അവരുടെ തീരുമാനം. അവരതിനനുസരിച്ചിട്ട് ഇൻഫോം ചെയ്യണം ആപ്ലിക്കൻറ്റിനെ കറക്റ്റായിട്ട്, ഡിനേ ചെയ്താലും അല്ലെങ്കിലും. അപ്പോൾ ഈ ഇലക്റ്റഡ് കമ്മിറ്റി തീരുമാനമെടുക്കേണ്ട പീരീഡാണ് പറയണത് വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ. 1 വർഷത്തിനകം അവർക്ക് ഡിനേ ചെയ്യണമെങ്കിൽ ഡിനേ ചെയ്യാം, അല്ല അപ്രൂവ് കൊടുക്കണമെങ്കിൽ അപ്രൂവ് ചെയ്യാം, മെമ്പർഷിപ്പ് അംഗീകരിക്കാം, അതൊക്കെ അവരുടെ വിഷയം. എന്താണെങ്കിലും കമ്മിറ്റി ആരെ അറിയിക്കണം? 1 വർഷത്തിനകം തീരുമാനമെടുക്കണം. അതുകൂടാതെ ആപ്ലിക്കൻറ്റിനെ അറിയിക്കുകയും വേണം കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത് ദ മിനിറ്റ്സ് ഓഫ് ദ കമ്മിറ്റി റെക്കോർഡ് ചെയ്യേണ്ടത് ആരാണെന്ന്. അപ്പോൾ 29A, റൂൾ 29A പറയുന്നത് പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ഡയറക്ടേഴ്സ്, അതുപോലെ സബ് കമ്മിറ്റീസ്, അതുപോലെ ജനറൽ ബോഡി മീറ്റിംഗ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് 29A ആണ്. അപ്പോൾ 29A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പ്രസിഡൻറ്റിന് റെക്കോർഡ് ചെയ്യാം, എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റിക്ക് റെക്കോർഡ് ചെയ്യാം, ചീഫ് എക്സിക്യൂട്ടീവിന് റെക്കോർഡ് ചെയ്യാം, A or B or C. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? A or B or ആണ് കേട്ടോ. ആൻഡ് ക്ലോസ് അല്ല, ഓറാണ്. ഈ 3-ൽ ആർക്ക് വേണമെങ്കിലും മിനിറ്റ്സ് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം വായിച്ചു നോക്കാം നമുക്ക്. റൂൾ 29A വായിച്ചു നോക്കാം. ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ മീറ്റിംഗ്സ് ഷാൾ ബി കെപ്റ്റ് അണ്ടർ ദ ആരുടെ സേഫ് കസ്റ്റഡിയിലെ വെക്കുക? ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കസ്റ്റഡിയിൽ, സേഫ് കസ്റ്റഡി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഷാൾ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ. എപ്പോൾ വേണമെങ്കിലും പ്രസിഡൻറ്റ് ചോദിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടേഴ്സ് ചോദിച്ചാലോ കൊടുക്കണം കേട്ടോ. അത് എൻ്റെ കസ്റ്റഡിയിലാണെന്ന് ഞാൻ മാത്രം നോക്കിയാൽ മതി, അങ്ങനെയല്ല. മിനിറ്റ്സ് ഓഫ് ദ ഓൾ മീറ്റിംഗ് ഷാൾ ബി കെപ്റ്റ് അണ്ടർ ദ സേഫ് കസ്റ്റഡി ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. പക്ഷേ റെസ്പെക്റ്റീവ് ആര് ചോദിച്ചാലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രസിഡൻറ്റോ മറ്റ് ഡയറക്ടേഴ്സോ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. അതൊരു ഫാക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി റെക്കോർഡഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി എന്ന് സബ്സെക്ഷൻ 2-ൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 3-ൽ എന്താ പറയുന്നത്? സബ് റൂളാണ് കേട്ടോ. റൂളല്ലേ, അപ്പോൾ സബ് റൂൾ എന്നാണ് പറയുക, സബ്സെക്ഷൻ എന്നല്ല. അപ്പോൾ സബ് റൂൾ 3-ൽ എന്താ പറയണത്? ബ്ലാങ്ക് സ്പേസസ്, അവിടെ മിനിറ്റ്സ് ബുക്കിൽ ബ്ലാങ്ക് സ്പേസസൊക്കെ സ്കോർഡ് ഔട്ട് ചെയ്യണം. ഓൾ കറക്ഷൻസൊക്കെ ഓവർ റൈറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അതൊക്കെ സ്കോർ ഔട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഷുഡ് ബി ക്ലിയർലി നോട്ടഡ് അറ്റ് ദ എൻഡ് ബിഫോർ ദ മീറ്റിംഗ്സ്. സൈൻ ചെയ്യുന്ന പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. അത് ആര് ചെയ്യണം എന്ന് പറഞ്ഞാലും സൈൻഡ് ബൈ, ആരാ സൈൻ ചെയ്യേണ്ടത്? പ്രസിഡൻറ്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ആൻഡാണ്. ഒരാൾ മാത്രം സൈൻ ചെയ്താൽ മതിയോ? പോരാ, ആൻഡ് ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2 ആളും സൈൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ആൻഡ് ക്ലോസ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യണം. സൈൻഡ് ബൈ ദ പ്രസിഡൻറ്റ് ആൻഡ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. മറ്റുള്ള മെമ്പേഴ്സും കൂടി എന്ത് ചെയ്യണം? അവിടെ സ്കോർഡ് ഔട്ട് ചെയ്തതിൻ്റെ അടിയിൽ, ക്ലിയർലി നോട്ട് ചെയ്തതിൻ്റെ അടിയിൽ മിനിറ്റ്സിൽ സൈൻ ചെയ്യണം. ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി സൈൻഡ് ബൈ ദ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഹൂ വർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. നമുക്കറിയാം, നമ്മൾ മീറ്റിങ്ങിന് പോയാൽ നമ്മളൊക്കെ എഴുതി ഒപ്പിടാറുണ്ട് അല്ലേ? പിള്ളേരുടെ മീറ്റിങ്ങിനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ അംഗനവാടിയിലെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ മറ്റു പല മീറ്റിങ്ങുകൾക്ക് നമ്മൾ പോകുമ്പോഴും എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പേരെഴുതി ഒപ്പിടാറുണ്ട്. അപ്പോൾ ആൻഡ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പ്രീവിയസ് മീറ്റിംഗ് ഷാൾ ബി റീഡ് ഔട്ട്. കഴിഞ്ഞ മീറ്റിങ്ങിലെ പ്രൊസീഡിങ്സ് വായിച്ച് കേൾപ്പിക്കും. അത് സബ്സിക്വൻറ്റ് മീറ്റിങ്ങിൽ റെക്കോർഡ് ചെയ്യും. അതൊക്കെ റെക്കോർഡ് ചെയ്യും വേണം. ദ മിനിറ്റ്സ് ബുക്ക് ആൻഡ് ബോർഡ് മീറ്റിംഗ്സ്, അതുപോലെ സബ് കമ്മിറ്റി മീറ്റിംഗ്സ്, ജനറൽ ബോഡി മീറ്റിംഗ്സ് ഷാൾ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷന് കൊടുക്കണം. ഓഡിറ്റിൻ്റെ സമയത്ത് കേട്ടോ. ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ചോദിക്കുമ്പം ഇൻസ്പെക്ഷന് കൊടുക്കും വേണം. അതും പ്രധാനപ്പെട്ടൊരു പണിയാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ റൂളിൽ പറയുന്നത്. ഡാഷ് ഓഫ് പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, അതിൽ വുമൺ ആയിരിക്കണം എന്ന് പറയുന്നത് ആരാണെന്നാണ് കേട്ടോ. വുമൺ ആയിട്ടുള്ളത് ആരാണെന്നാണ്, ഏത് പദവിയിലിരിക്കുന്ന ആൾ വുമൺ ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ചത് ആനന്ദ് പാറ്റേണിൽ. റൂൾ 43 പറയുന്നത് കേട്ടോ. റൂൾ 43 എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി, അതിലാണ് പറയുന്നത് കേട്ടോ. റൂൾ 43-ലാണ് എന്തു പറയുന്നത്? നമ്മുടെ ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതു പദവിയാണ് വുമൺ വേണ്ടത് എന്ന് പറയുന്നതാണെന്ത്? നമ്മുടെ റൂള് 43 കേട്ടോ. അപ്പോൾ അവിടെ ഇത് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് അതുപോലെ ട്രഷറർ എനി അതർ ഓഫീസർ ബൈ വാട്ട് എവർ നെയിം, എന്ത് പേരോ ആയിക്കോട്ടെ, ഹി ഈസ് ഡെസിഗ്നേറ്റഡ് ഷാൾ ബി ഇൻ ദ മാനർ സ്പെസിഫൈഡ് ഇൻ ദിസ് റൂൾ. ഈ റൂളിൽ പറഞ്ഞിട്ടുള്ള പോലെ വേണം എന്നാണ് പറഞ്ഞത്. അവരുടെ എലക്ഷൻ കേട്ടോ, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ട്രഷററും ഒക്കെ ഏത് ഓഫീസർ എന്ത് പേരിലോ ആയിക്കോട്ടെ, ഐദർ ദ പ്രസിഡൻറ്റ് ഓർ ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വുമൺ എന്നാണ് പറയണത്.
അപ്പോൾ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ആരായിരിക്കണം? വുമൺ ആയിരിക്കണം. ഐദർ ഓറാണ് പറയണത് കേട്ടോ, നിർബന്ധമില്ല, ആൻഡ് അല്ല പറയണത്, ഓറാണ് പറയണത്. അപ്പോൾ ഐദർ ദ പ്രസിഡൻറ്റ്, ഒന്നെങ്കിൽ പ്രസിഡൻ്റ് ഒരു വുമൺ ആയിരിക്കണം, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് ഒരു വുമൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്യണം. റൂൾ 43 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റൂളിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. സെക്ഷൻ മാത്രം പഠിച്ചിരിക്കരുത്, റൂളിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ റൂളിൻ്റെ ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എനിക്ക് ചോദിച്ചിട്ടുള്ള റൂളെങ്കിലും ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ വാല്യൂഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ലോൺ 20 ലക്ഷം, അവൈലിംഗ് ലോൺ 20 lakhs ഷാൾ ബി ഡൺ ബൈ എ പാനൽ. 20 ലക്ഷം ആണെങ്കിൽ എത്ര പാനലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 59A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി അതിൽ പറയുന്നുണ്ട് കുറച്ച് കണ്ടീഷൻസ്. 56A റൂൾ 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയിലും എന്ത് പറയുന്നുണ്ട്? കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ 2 കണ്ടീഷൻസും പഠിക്കണം കേട്ടോ. 59Aയും പഠിക്കണം, 56Aയും പഠിക്കണം. 2 ഭാഗവും നന്നാക്കി പഠിക്കണം. അത്യാവശ്യം കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറയണം. അപ്പോൾ ആ ഭാഗം കൂടി നോക്കിയിട്ട് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 15ാമത്തെ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 59 എന്താ പറയണത്? ദ വാല്യൂഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലഡ്ജ്ഡ് ആസ് എ സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വാല്യൂഡ് ബൈ ആൻ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഇൻ കേസസ് വെർ ദ ലോൺ എമൗണ്ട് എത്ര? ബിലോ 10 lakh ആണെങ്കിൽ, ബിലോ 10 lakh ആണെങ്കിൽ ആര് ഓതറൈസ് ചെയ്താൽ മതി? കമ്മിറ്റി ഓതറൈസ് ചെയ്താൽ മതി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർമാരെയോ കമ്മിറ്റിയാണ് ഓതറൈസ് ചെയ്യുക. എങ്ങനെ? 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ കേട്ടോ, 10 ലക്ഷത്തിൽ താഴെയാണ് പ്ലഡ്ജ് ചെയ്യുന്നതെങ്കിൽ വാല്യൂഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെക്കുന്നത്, സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത് എങ്ങനെ? ബിലോ 10 lakh മതിയെങ്കിൽ, ലോൺ എമൗണ്ട് ബിലോ 10 lakh ആണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. വെറുതെ ലോൺ എമൗണ്ട് 10 lakhലും അധികരിച്ചാൽ എന്താ വേണ്ടത്? അപ്പോൾ ഒരു പാനൽ ഓഫ് 5 members കൺസിസ്റ്റിംഗ് ഓഫ് 5 ആൾക്കാരുണ്ടാവും. പാനൽ ഓഫ് 5 members ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ 2 ഓഫീസേഴ്സ്, അതിലൊരാളാരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. മറ്റ് 2 members കമ്മിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ടായിരിക്കും. അതായത് ഭൂമിയെക്കുറിച്ച് തരത്തിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാൾ വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള 5 ആൾക്കാരുണ്ടാവും. അപ്പോൾ 2 ആളാരായിരിക്കും? ഒന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, 2 members കമ്മിറ്റിയിലുള്ള ആളായിരിക്കും. അപ്പോൾ 3 ആയി. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പാനൽ ഓഫ് 5 members 2 ഓഫീസേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് അടക്കം പിന്നെ വേറൊരാളും ഉണ്ടാവും. 2 ഓഫീസർമാരുണ്ടാവും, ഒന്ന് ചീഫ് എക്സിക്യൂട്ടീവ് മറ്റ് വേറൊരു ഓഫീസർ. അപ്പോൾ 2 ആളായി. 2 കമ്മിറ്റി മെമ്പർമാരുണ്ടായിരിക്കും, അപ്പോൾ 4 ആളായി. ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ടായിരിക്കും, അപ്പോൾ 5ാമത്തെ ആളായി. അങ്ങനെ 5 ആളുണ്ടാവും. എങ്ങനെയാണെങ്കിൽ 10 ലക്ഷത്തിൽ അധികരിക്കുകയാണെങ്കിൽ. ഓക്കെ, അതാണ് നമ്മുടെ സെക്ഷൻ 59 പറയുന്നത്. ഇനി 56 എന്താ പറയണത് നോക്കാം. ദ വാല്യൂഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലേസ്ഡ് ആസ് സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ അവൈലിംഗ് ലോൺസ് വെർ ദ ലോൺ എമൗണ്ട് ഈസ് ബിലോ 10 lakh ഷാൾ ബി വാല്യൂഡ് ബൈ ആൻ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഇൻ സൂപ്പർവൈസറി കാഡർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. നമ്മൾ അപ്പുറത്ത് പറഞ്ഞു ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി എന്നാണ്, പക്ഷേ സൂപ്പർവൈസറി കാഡറിലുള്ള ആളെയാണ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക കേട്ടോ. ദ ഓതറൈസ്ഡ് ഓഫീസർ ഓർ ഓഫീസർ ഷാൾ സബ്മിറ്റ് ഒരു ഡീറ്റെയിൽഡ് വാല്യൂഷൻ റിപ്പോർട്ട്, മാർക്കറ്റ് വാല്യൂ, പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ, അതുപോലെ അവരുടെ മാക്സിമം എമൗണ്ട് ഗ്രാൻഡഡ് ആസ് ലോൺ ഷാൾ നോട്ട് എക്സീഡ് മോർ ദാൻ 50% സച്ച് വാല്യൂഷൻ. ഈ വാല്യൂഷനിൽ 50% കൂടെ നോട്ട് എക്സീഡ്, മോർ ദാൻ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. മാക്സിമം എമൗണ്ട് ഗ്രാൻഡ് ചെയ്യുന്നതിന് അതൊക്കെ നോക്കിയിട്ട് ആളൊരു വാല്യൂഷൻ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. സൊസൈറ്റിക്ക് ആര്? ഓഫീസർ അവിടെ പോയി കണക്കെടുക്കണം. അതിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഭൂമിയുടെ വില നിലവാരമൊക്കെ നോക്കിയിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് വാല്യൂഷൻ റിപ്പോർട്ട് കൊടുക്കുക. ഇൻ ദ കേസ് ഓഫ് ലോൺ എമൗണ്ട് എക്സീഡ്സ് 10 lakh, 10 lakhലും കൂടുതലാണെങ്കിലോ ദ വാല്യൂഷൻ ഷാൾ ബി ഡൺ ബൈ എ പാനൽ ഓഫ് 5 members. അവിടെ പറഞ്ഞ പോലെ തന്നെ വിച്ച് ഇൻക്ലൂഡ് 2 ഓഫീസേഴ്സ്, സൂപ്പർവൈസറി കാഡറിൽ ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, പിന്നെ 2 member കമ്മിറ്റി മെമ്പർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ടായിരിക്കും. ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ആരായിരിക്കണം? റിട്ടയർ ഓഫീസർ ഫ്രം ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം. നോട്ട് ബിലോ ദ റാങ്ക്, ഡെപ്യൂട്ടി തഹസിൽദാരിൽ കുറയാത്ത ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അയാൾ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുക. അപ്പോൾ അയാളുടെ റാങ്ക് സബ് രജിസ്ട്രാറിൽ കുറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ എന്നാലല്ലേ അവർക്ക് ആ ഭൂമിയുടെ തരവും കാര്യങ്ങളും ഒക്കെ അറിയുള്ളൂ. അതാണ്. ഇനി ഇതിൽ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നോ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നോ ഒക്കെ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കുറയാത്ത ആളൊക്കെ ആണെങ്കിൽ ആ കമ്മിറ്റിയിൽ അയാളെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്തിന്? അയാൾ ഈ ഫിക്സ് ചെയ്യണം
ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. അത് കമ്മിറ്റിയിൽ മറ്റേ ഭൂമിയിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഓക്കെ, ഉണ്ടെങ്കിലത്തെ കാര്യം പറയണം. അപ്പോൾ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു തരം, ബിൽഡിംഗ് ഇല്ലെങ്കിൽ വേറെ തരം, അങ്ങനെ രണ്ടും പഠിക്കണം. ഇത് കമ്മിറ്റി എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി, അതിൻ്റെ മാക്സിമം എമൗണ്ട് ഗ്രാൻഡഡ് ആസ് ലോൺസ്, 50% കൂടുതൽ വാല്യുവേഷൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നും അവിടെ പറഞ്ഞ പോലെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്, കുറച്ച് കണ്ടീഷൻസാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം 5 മെമ്പേഴ്സാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. കാരണം 20 ലക്ഷമാണല്ലോ. 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറഞ്ഞു 10 lakhs കൂടുതലാണെങ്കിൽ പാനലിൽ വെക്കണം. പാനലിൽ എത്ര ആളുണ്ടാവണം? 5 ആളാണ് ഉണ്ടാവുക. ഈ 5 ആൾ ആരൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. 5 ആൾ ആരൊക്കെയാണ്? 2 ആൾ പിന്നെ സൂപ്പർവൈസറി കാഡറിലുള്ളായിരിക്കണം, ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, പിന്നെ 2 ആൾ കമ്മിറ്റിയിൽ നിന്നായിരിക്കും. അപ്പോൾ തന്നെ 4 ആയി. ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മാത്രം, അതായത് പ്രോപ്പർട്ടി മാത്രം, അതായത് ഭൂമി മാത്രമാണെങ്കിൽ കേട്ടോ, അതിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളെ എക്സ്ട്രാ, ഒരു എക്സ്പേർട്ടിനെ എക്സ്ട്രാ കൊണ്ടുവരണം. അയാളുടെ കാര്യം പിന്നെ എന്താ പറയുക, ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് റൂളിലാണ് കേട്ടോ. അപ്പോൾ ആ റൂള് 56 എന്ന് പഠിച്ചു വെച്ചോളൂ. ചിലപ്പോൾ അന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡിസ്കഷൻ. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ PDF വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ അംഗമാവാവുന്നതാണ്. ആണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. പെയ്ഡ് ഗ്രൂപ്പാണ്, 500 രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഫോൾഡർ വൈസുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കോപ്പറേറ്റീവിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സും നോട്ട്സൊക്കെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ ചെയ്തു വെച്ചതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.